ആലപ്പുഴ ആശുപത്രിയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് പരിശോധന പൂർത്തിയായിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛൻ സംസാരിക്കും. ശങ്കേഴ്സിന്റെ പേരിൽ നിയമ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അവര് ഇതിനകത്ത് സ്കാനിങ്ങിൽ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുകയില്ലായിരുന്നു. നിങ്ങളെ മാത്രമാണോ ഈ സംഘം കണ്ടത്, അതോ ഡോക്ടറെ വിളിപ്പിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു? 2 ഡോക്ടർമാര് ആരോപണ വിധേയരാണല്ലോ, അവരുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഞാനും വൈഫും കുട്ടിയും എന്റെ മദറും മാത്രമേ ഉള്ളായിരുന്നു. തുടർ ചികിത്സ ഈ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് തുടർ ചികിത്സയെ കുറിച്ചുള്ള ഇത് അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആരോപിച്ചത് ഈ ശങ്കേഴ്സിലെ റേഡിയോളജിസ്റ്റ് അല്ല സ്കാൻ ചെയ്തതെന്നായിരുന്നു. എന്റെ വൈഫ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടർ വന്ന് ഞാനാണ് ഈ സ്കാനിങ് സെന്ററിലെ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. റിസപ്ഷനിൽ കൊണ്ടുപോയി ചീട്ട് കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, സ്കാൻ ചെയ്യുന്നു, തിരിച്ച് റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് പോരുന്നു. അല്ലാതെ അവിടെ ഒരു ഡോക്ടർ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ സ്കാൻ ചെയ്യുന്നു എന്ന് പറയുന്ന കസേരയിൽ ആളിരുന്ന് ചെയ്യുന്നുണ്ട്. അത് ഡോക്ടറാണോ അല്ലേ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അതറിയില്ല. എബിൻ തമ്പിയെ ഞാൻ കണ്ടിട്ടില്ല. എബിൻ തമ്പിയുടെ സിഗ്നേച്ചർ ആണ് കിടക്കുന്നത്. എബിൻ തമ്പിയാണ് ചെയ്തതെന്ന് ശങ്കേഴ്സ് തെളിയിക്കട്ടെ. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. ഇന്ന് വന്ന മെഡിക്കൽ ടീമിന്റെ സംസാരത്തിൽ നിന്ന് അവർ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനമായിട്ട് തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസമുള്ളത്. തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ഞാനൊരു സാധാരണക്കാരനാണ്. എന്നെ സംബന്ധിച്ച് ഈ ചികിത്സയായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് ആരാണ് അതിനെ ലീഡ് ചെയ്യുന്നത്? കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഏത് ഡോക്ടറാണ്? ഇല്ല, ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് വന്ന മെയിൻ ഡോക്ടർ എന്നോട് സംസാരിച്ചു. ഞാനാണ്, എന്നെ കാണാൻ വേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് നിങ്ങൾ വരാൻ പറഞ്ഞത്. ആ ഡോക്ടറാണ് ഇവിടെ വന്നത്. അപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സമീപനം ഉണ്ടായി. ആ ഡോക്ടർ, ഞാൻ അവിടെ പോയി കണ്ട ഡോക്ടർ ഇവിടെ വന്ന് എന്നെ കണ്ടു. അപ്പൊ അതിൽ നമ്മളൊരു പ്രോഗ്രസ് കാണുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ആ ഡോക്ടറിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. പക്ഷേ WNC നിന്നുണ്ടായ ഇൻസിഡന്റും ശങ്കേഴ്സിൽ നിന്നുണ്ടായ ഇൻസിഡന്റിലും നമ്മൾ ഇപ്പോഴും അന്വേഷണം തന്നെ വേണമെന്നാണ് പറയുന്നത്. അത് ഇന്ന് അവര് അവിടെ എല്ലാം പോകുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ശങ്കേഴ്സിലും WNCയിലും ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ടും ഡോക്ടർമാരെ കാണുവാനായിട്ടും പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.